പലരും ഓൺട്രപ്രണർഷിപ്പ് എന്നൊക്കെ പറയുമ്പോൾ പറയാൻ പോകുന്ന ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മൈ പാഷൻ എന്നൊക്കെ ആയിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം പാഷനായിട്ടൊന്നും അല്ല ഓൺട്രപ്രണർഷിപ്പിലേക്ക് വന്നത്. എൻ്റെ റിക്വയർമെൻ്റാണ് ആ ഒരു പ്ലാറ്റ്ഫോമിൽ എന്നെ എത്തിച്ചത്. ഹസ്ബൻഡ് മരിക്കുമ്പോൾ ഐ വാസ് ജസ്റ്റ് 28. അതിനുശേഷം 2 ചെറിയ കുട്ടികൾ. സമയത്ത് ഞാൻ ജോലി റിസൈൻ ചെയ്ത് വീട്ടിലിരിക്കുന്ന സമയം കയ്യിലാകെ ഉണ്ടായിരുന്നത് ഒരു 300 രൂപ. ആത്മഹത്യ ചെയ്തേക്കാം, ലൈഫ് അവസാനിപ്പിച്ചേക്കാം എന്ന് കരുതി മക്കളെ ആയിട്ട് പലപ്പോഴും റൂമിൽ കയറിയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്ത, എക്സ്പോഷർ ഇല്ലാത്ത എത്രയോ ലേഡീസ് ഇതിനൊക്കെ ഓവർകം ചെയ്ത് ഭംഗിയായിട്ട് ജീവിക്കുന്നുണ്ട്. അപ്പം പിന്നെ ഞാൻ അങ്ങനെ ചെയ്യുന്നതിൽ എന്താ അർത്ഥമാണുള്ളത്? ലുവല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എൻ്റെ ലൈഫാണ്. വേർഡിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. മീനിങ് എന്ന് പറയുന്നത് സ്ട്രോങ് വാരിയേഴ്സ് എന്നുള്ളതാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ലൈഫിലെ വലിയൊരു യുദ്ധം കഴിഞ്ഞിട്ട് ഞാൻ നേടിയെടുത്ത എൻ്റെ ഒരു സംരംഭമാണ് ലുവല്ല വെഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു വീട് പണിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ യുദ്ധം തന്നെയല്ലേ. ആ ഒരു ഡ്രീമിന്, യുദ്ധത്തിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന് ഒപ്പം നിൽക്കുക എന്നതുകൂടിയാണ് ലുവല്ല എന്നുകൊണ്ട് അർത്ഥമാക്കുക. ഇപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ ഒത്തിരി സ്വപ്നങ്ങൾ കാണും. പക്ഷെ അദ്ദേഹത്തിൻ്റെ സാമ്പത്തികം ഒരുപക്ഷെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കില്ല. അതിന് ഒത്തിട്ടുള്ള ഡിസൈൻ ഞങ്ങൾ സജസ്റ്റ് ചെയ്യാറുണ്ട്. വി ഡു നോട്ട് വാണ്ട് ടു ബ്രേക്ക് ദ പ്രൈവസി. അവരൊരു വീട് പണിതിട്ട് പിന്നെ അവരുടെ വീട് മുഴുവൻ ഫുൾ ടൈം കാണിച്ചുകൊണ്ട് നടക്കുക എന്ന് പറയുന്നതിനോട് എനിക്ക് അത്ര താല്പര്യമില്ല. ഇപ്പോൾ ഒരു വീട് പണിയുക എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് എന്താ? ഇന്റീരിയറാണ്. ആ ഒരു ഇന്റീരിയർ ഭംഗിയാക്കണം എന്നുള്ളത് എല്ലാ ഒരു വ്യക്തികളുടെയും ഒരു സ്വപ്നമാണ്. അവരുടെ ബഡ്ജറ്റ് എന്താണോ അതിനനുസരിച്ച് ഇന്റീരിയർ വർക്കുകൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe. We present you the perfect English. WhatsApp now 9633 888 575. ഇന്ന് നമ്മോടൊപ്പം ഉള്ള അതിഥി ഒരു ഒറ്റവാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കാനോ ഒറ്റവാക്കിൽ പറഞ്ഞു തുടങ്ങാനോ പറ്റാത്ത അത്രയും സ്ഥാനമാനങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിയാണ് ജോയ്സ് മേരി ആൻ്റണി. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ പല രീതിയിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഈ വ്യക്തി ആരായിരിക്കുന്നു. ഒരു പൊളിറ്റിക്കൽ കരിയറിലാണെന്നുണ്ടെങ്കിലും ഒരു എൻ്റർപ്രണർ എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിലും എല്ലാ തരത്തിലും തൻ്റേതായിട്ടുള്ള കഴിവ് തെളിയിച്ച് ഒരു അതുല്യ പ്രതിഭയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. മാഡം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. താങ്ക് യു. ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ പല രീതികളിൽ, പല സ്ഥാനങ്ങളിൽ, പല 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 പൊസിഷൻസിലിരുന്ന ഒരു വ്യക്തിയാണ് മാഡം. ഇപ്പോൾ നിലവിലൊരു ഓൺട്രപ്രണറും കൂടിയാണ്. അപ്പോൾ ഹൗ യു ലുക്ക് ബാക്ക്, എങ്ങനെയാണ് ഈ ഒരു ജേർണി എങ്ങനെയാണ് മാഡം എൻജോയ് ചെയ്ത് വരുന്നത്? ഒരുപാട് വലിയ പൊസിഷനിലൊന്നും ഇരുന്നിട്ടില്ല കേട്ടോ. പക്ഷേ ഒരുപാട് ദൂരങ്ങൾ ഇനിയും പോകാനുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എപ്പോഴും അവസരങ്ങൾ വല്ലപ്പോഴൊക്കെയാണ് മനുഷ്യനെ തേടി വരിക. വരുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്ന് എപ്പോഴും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ എന്നാലും ഇപ്പോൾ ഈ കടന്നു വന്ന വഴികളെപ്പറ്റി ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ ഒത്തിരി കഷ്ടപ്പാടുകൾ ഉണ്ടായിട്ടുണ്ട്, ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, പല ഫുൾ സ്റ്റോപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ ഉണ്ടാകുന്ന ഒരു റീസ്റ്റാർട്ട് കഴിഞ്ഞ് ഇവിടെ വരെ എത്താൻ പറ്റിയല്ലോ എന്ന് ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തോട് ഒത്തിരി നന്ദിയുണ്ട്, കൂടെ ഉണ്ടായിരുന്ന വ്യക്തികളോട് നന്ദിയുണ്ട്. +1 +2 പഠിക്കുന്ന സമയത്ത് ഒരു ബസ് സ്ട്രൈക്ക് പോലത്തെ ഉള്ളൊരു പരിപാടിയിൽ ഏർപ്പെടുകയും അവിടുന്ന് രാഷ്ട്രീയം ഉള്ള കാര്യങ്ങൾ തലയിലേക്ക് ചുമതലയേക്കുകയും അവിടുന്ന് ഒരു ഡൽഹിയിലേക്കുള്ളൊരു വിദ്യാഭ്യാസം, കൂടുതൽ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടി ഡൽഹിയിലേക്ക് പോവുകയും ഇടുക്കിയിലെ അണക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഡൽഹിയിലേക്കുള്ളൊരു യാത്ര, അത് ആ ഒരു സമയത്ത് വളരെ ടഫായിട്ടൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ടഫായിട്ടൊരു ഡിസിഷൻ മേക്കിംഗ് ആണ്. എങ്ങനെയായിരുന്നു ആ ഒരു ഡിസിഷനിലേക്ക് എത്തിയത്? എന്തായിരുന്നു ആ സമയത്ത് മൈൻഡ് സെറ്റിലുണ്ടായത്? +2 പഠിക്കുമ്പോഴല്ല കേട്ടോ, ഞാൻ വളരെ ചെറുതായിരുന്നപ്പോഴോ 9th പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇടുക്കി ജില്ലയിൽ വണ്ടമേട് എന്ന് പറയുന്ന ഒരു ഗേൾസ് ഉള്ളി സ്കൂൾ, അന്ന് ഹൈസ്കൂൾ ഗേൾസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സ്കൂളിലാണ് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഗേൾസ് ഉള്ളി ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു മുൻപിൽ നിൽക്കുന്നത് നമ്മളെപ്പോലുള്ള കുറച്ച് കുട്ടികളായിരിക്കും. പ്രത്യേകിച്ച് ഈ നാട്ടിൻപുറത്തു നിന്ന് വരുന്ന കുട്ടികൾക്കൊരു പ്രത്യേക പവറാണ്. ഏത് സിറ്റുവേഷനിലും ജീവിച്ചു പോകുന്ന ഒരു കാറ്റഗറി ആയിട്ടാണ് പലപ്പോഴും ആ ഒരു ഏരിയയിൽ നിന്ന് വരുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് ഈ പ്രൈവറ്റ് ബസ്സുകൾ പോകുമ്പോൾ ഇവർ പലപ്പോഴും കുട്ടികളെ കയറ്റാറില്ല. അപ്പം കൺസെഷനിലാണല്ലോ, കുട്ടികളെ കയറ്റാറില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്ന സമയത്ത് ഞാൻ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് ഞങ്ങൾ 1-2 പേര് മുൻപിലേക്ക് വന്നു. ടീച്ചേഴ്സൊക്കെ അതിനെ വളരെ സന്തോഷത്തോടു കൂടി തന്നെ സ്വീകരിച്ചു. അങ്ങനെ ഒരു ലീഡർഷിപ്പിലേക്ക് വന്ന് ഞങ്ങൾ ആ 9ാം ക്ലാസ്സിൽ വെച്ചിട്ടാണ് പോലീസ് സ്റ്റേഷൻ മാർച്ചൊക്കെ നടത്തി പോലീസുകാരെ ഡ്യൂട്ടിക്ക് ഇടിപ്പിച്ചു. പിള്ളേരെ ഓൺ ടൈം എല്ലാ ബസ്സുകളും കയറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. ബസ്സൊക്കെ ഓടി തടഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു. ഇപ്പോൾ നമ്മുടെ ഒരു നീഡിന് വേണ്ടി ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് റിസൾട്ട് ഉണ്ടാകും എന്നുള്ള ഒരു വലിയൊരു പാഠമായിരുന്നു അന്ന് കിട്ടിയിട്ടുണ്ടായിരിക്കുക. പിന്നെ ഈവൻ ഡൽഹിയിലേക്ക് പോയപ്പോഴാണെങ്കിൽ കൂടിയും ഒത്തിരി ചലഞ്ചസ് ഉണ്ടായിരുന്നു. കാരണം
അതായത് ഞാൻ പഠിച്ചത് ജനിച്ചു വളർന്നത് അണക്കരയിൽ, അവിടെ നോർമൽ മലയാളം സ്കൂളിങ്. ആ ഒരു സാഹചര്യത്തിൽ നിന്ന് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് കൾച്ചർ, ലാംഗ്വേജ്, ഫുഡ്, അങ്ങനെ ഒത്തിരി ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കൊക്കെ മാറ്റം എന്ന് പറയുന്നത് ഒത്തിരി ചാലഞ്ചസ് ഉണ്ടായിരുന്നു. പക്ഷേ എവിടെയൊക്കെ എങ്ങനെയൊക്കെയോ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റി. യുവദീപ്തി എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനത്തിൻ്റെ നാഷണൽ സെക്രട്ടറി ലെവൽ വരെ എത്തിയിട്ടുണ്ട്. അത് വളരെ ചെറിയൊരു പോസ്റ്റായിട്ട് ബേസിക്കലി എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ആ ഒരു പോസ്റ്റിലേക്ക് എത്തിക്കഴിഞ്ഞ സമയത്ത് ഒരുപാട് പഠനം അതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സമയം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഈ ഒരു നാഷണൽ സെക്രട്ടറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു വർക്ക് ലോഡ് ആയിരിക്കില്ല. അപ്പോൾ ഇത് അന്ന് മുതൽ ഈ ടൈം മാനേജ്മെൻറ്റും കാര്യങ്ങളെല്ലാം അന്ന് മുതൽ കൊണ്ടു നടക്കുന്നൊരു സംഭവമായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അതെൻ്റെ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം എലക്റ്റഡ് ആയിട്ട്, എൻ്റെ ഒരു ഇലക്ഷൻ നടക്കുന്നത് ബോംബെയിൽ വെച്ചിട്ടാണ്, വസൈയിൽ വെച്ചിട്ട്. അപ്പോൾ ആ ഇലക്ഷൻ നടന്നു, എങ്ങനെയോ എലക്റ്റഡ് ആയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായത്. അപ്പോൾ ഒപ്പമുള്ളവരൊക്കെ നന്നായിട്ട് സംസാരിക്കുന്ന വ്യക്തികൾ, ഒത്തിരി പെർഫോം ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അവിടെയാണ് പക്കാ നാട്ടിൻപുറത്തുകാരിയായിട്ടുള്ള ഞാൻ ചെന്നിട്ടുള്ളത്. അപ്പോൾ അവരോടൊക്കെ ഒന്ന് മത്സരിച്ച് പിടിച്ച് നിൽക്കാമെന്ന് പറയുന്നത് ഇച്ചിരി പാടായിരുന്നു. പക്ഷെ ഞാനവിടെ തിരിച്ചു പോകുന്ന കേട്ടോ, പറ്റത്തില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വന്നു 1 മാസത്തോളം വീട്ടിലിരുന്നു. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും അവിടുന്ന് തുടരെ ഫോൺ കോൾസ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്ക് അവിടെ അങ്ങനെ എല്ലാവരുടെയും കൂടെ പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഡയറക്ടേഴ്സിന് അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ന് നീ തിരിഞ്ഞ് നടന്നിട്ടുണ്ടെങ്കിൽ നീ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ തിരിഞ്ഞ് നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതൊരു മറ്റൊരു പാടാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും അതിനെ ഫേസ് ചെയ്യുക വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് വീണ്ടും തിരിച്ചു വരികയും. അപ്പോൾ അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു, ഞാൻ ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്തു, പല പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്തു. ഒരു K2K എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, കന്യാകുമാരി ടു കാശ്മീർ. ഒരു 65 days ഡിഫറെൻറ്റ് റീജിയനിൽ നിന്നുള്ള വ്യക്തികൾ, റെപ്രസെൻറ്റേറ്റീവ്സ് വന്ന് ജോയിൻ ചെയ്ത് ഒരു ലീഡ് ചെയ്ത ഒരു പീസ് ആൻഡ് ഹാർമണി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ ചെയ്ത ഒരു പ്രോഗ്രാമായിരുന്നു. അപ്പോൾ അതൊക്കെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിന് ഇൻ്റർനാഷണൽ പ്രോഗ്രാംസ് ചെയ്യേണ്ടി വന്നു, സ്പെയിനിൽ വെച്ചിട്ട്, US വെച്ചിട്ട്, അങ്ങനെ ഒരുപാട് ഇൻ്റർനാഷണൽ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യാനായിട്ട്, ഭാഗമാകാനായിട്ടൊക്കെ അവസരം തന്നത് ഡെഫിനറ്റ്ലി IZYM ആണ്, ഇന്ത്യൻ കാത്തലിക് യൂത്ത് മൂവ്മെൻറ്റ്. അതിൻ്റെ നാഷണൽ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ആ ഒരു പ്ലാറ്റ്ഫോം ഡെഫിനറ്റ്ലി ഒരു ബ്ലെസ്ഡ് പ്ലാറ്റ്ഫോം തന്നെയായിരുന്നു. എൻ്റർപ്രനറായിട്ട് മാറുന്ന സമയത്ത് നൗ യു ആർ എ പൊളിറ്റീഷ്യൻ, വൺസ് എ ടീച്ചറായിരുന്നു, ഒരു കൗൺസിലറായിരുന്നു, സ്റ്റുഡൻറ്റ് കൗൺസിലറായിരുന്നു. സോ ഈ ഒരു എൻ്റർപ്രനറിലേക്ക് വരുന്ന സമയത്ത് ഹൗ യു ഫേസസ് ദീസ് ചാലഞ്ചസ്? ഇപ്പം പലരും ഓൺട്രപ്രണർഷിപ്പ് എന്നൊക്കെ പറയുമ്പോൾ പറയാൻ പോകുന്ന ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മൈ പാഷൻ എന്നൊക്കെ ആയിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ അത് പാഷനായിട്ടൊന്നും അല്ല ഓൺട്രപ്രണർഷിപ്പിലേക്ക് വന്നത്. എൻ്റെ റിക്വയർമെൻ്റ് ആണ് ആ ഒരു പ്ലാറ്റ്ഫോമിൽ എന്നെ എത്തിച്ചത്. കാരണം ഒരു ഫിനാൻഷ്യൽ റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മുൻപോട്ട് പോകാനായിട്ട് വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. കാരണം ഹസ്ബൻഡ് മരിക്കുമ്പോൾ ഐ വാസ് ജസ്റ്റ് 28. അപ്പം അദ്ദേഹം മരിച്ചു. അതിനുശേഷം 2 ചെറിയ കുട്ടികൾ, മോന് 1 വയസ്സ്, മോക്ക് 3.5 വയസ്സ്. അപ്പോൾ സമയത്ത് ഞാൻ ജോലി റിസൈൻ ചെയ്ത് വീട്ടിലിരിക്കുന്ന സമയം, ആദ്യം സ്കൂളിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടുന്ന് റിസൈൻ ചെയ്ത് മോനെ കൺസീവ് ആയപ്പോൾ 2 വർഷത്തോളമെങ്കിലും അവൻ്റെ കൂടെ ആയിരിക്കണം എന്ന് കരുതി ജോലിയില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് ഹസ്ബൻഡിൻ്റെ മരണം, അദ്ദേഹം പാർട്ണർഷിപ്പിൽ ചെയ്തിരുന്ന ബിസിനസ് അതൊന്നും കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല, ഒത്തിരി പ്രശ്നങ്ങൾ. കയ്യിലാകെ ഉണ്ടായിരുന്നത് ഒരു 300 രൂപ. എൻ്റെ പേഴ്സിൽ ഉണ്ടായിരുന്നത് സത്യസന്ധമായിട്ട് പറയുന്നത് ഒരു 300 രൂപയായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ എനിക്കറിയാമായിരുന്നു അതുകൊണ്ടൊന്നും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് മുമ്പോട്ട് പോയേ പറ്റത്തുള്ളൂ. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ആത്മഹത്യ ചെയ്തേക്കാം, ലൈഫ് അവസാനിപ്പിച്ചേക്കാം എന്ന് കരുതി മക്കളെ ആയിട്ട് പലപ്പോഴും റൂമിൽ കയറിയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴും തോന്നിയില്ല, ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്ത, എക്സ്പോഷർ ഇല്ലാത്ത എത്രയോ ലേഡീസ് ഇതിനൊക്കെ ഓവർകം ചെയ്ത് ഭംഗിയായിട്ട് ജീവിക്കുന്നുണ്ട്. അപ്പം പിന്നെ ഞാൻ അങ്ങനെ ചെയ്യുന്നതിൽ എന്താ അർത്ഥമാണുള്ളത്? അപ്പോൾ അങ്ങനെ വീണ്ടും ഞാൻ റീസ്റ്റാർട്ട് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഒരു വാർ തന്നെയായിരുന്നു. അപ്പം അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് അതായിരുന്നു എന്നെ ബിസിനസ്സിലേക്ക് എത്തിച്ചത്. എൻ്റെ റിക്വയർമെൻ്റ് ആയിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു വർക്ക് ലൈഫ് ബാലൻസിങ് കൂടുതലും എനിക്ക് തോന്നുന്നു ഒരു ഓൺട്രപ്രണർ ആയിട്ടുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വർക്ക് ലൈഫ് ബാലൻസിങ് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ചിലപ്പം ട്രാവലിംഗ് ഒക്കെ ഒരുപാട് വേണ്ടി വരും, എന്നിരുന്നാൽ കൂടിയും കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആവാം. നമ്മൾ ഓർഗനൈസ്ഡ് ആണെങ്കിൽ നമുക്ക് കുറച്ച് ഫ്ലെക്സിബിൾ ആവാൻ പറ്റും. എൻ്റെ മറ്റു മേഖലയിൽ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റും. പക്ഷേ ഞാനൊരു എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ അതിനൊരു ടൈം ഫ്രെയിം ഉണ്ടാവും. അപ്പം അതും എന്നെ അട്രാക്ട് ചെയ്ത മറ്റൊരു ഘടകമാണ്. ഈ പറഞ്ഞതിന് തന്നെ ഞാൻ തുടങ്ങാം. ബാക്ക് ടു ബേസ് എന്നൊരു സംഭവമുണ്ട്. ആ ഒരു ബേസിലേക്ക് തിരിച്ചു വന്ന സമയത്ത് യു ഷുഡ് സ്റ്റാർട്ട് ഫ്രം ദ സ്ക്രാച്ച് എന്നുള്ളൊരു സിറ്റുവേഷനാണ് വന്നു മൈൻഡിൽ ആഫ്റ്റർ ദ ഡെത്ത്, ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം. അപ്പോൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ ഒരു ഓൺട്രപ്രണർഷിപ്പിലേക്ക് മാറുന്നു, അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മേജർ ആയിട്ടുള്ള ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ഒരു ഈ ലെവലിലേക്ക് എത്തും എന്നുള്ള രീതിയിൽ എപ്പോഴെങ്കിലും മനസ്സിലുണ്ടായിരുന്നു? സത്യം പറഞ്ഞാൽ ഇല്ല കേട്ടോ, ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരിക്കൽ പോലും അന്നേരം ചിന്തിച്ചിട്ടില്ല.
കാരണം ചിലപ്പം ഞാനെപ്പോഴും പറയാറുണ്ടായിരുന്നു, ഇപ്പം കല്യാണം കഴിഞ്ഞപ്പം ഒരു പൂർണ്ണ കുടുംബിനിയായി മാറണം എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഞാൻ ജോലിയൊക്കെ രാജിവെച്ച് ഫ്രീ. പക്ഷെ മറ്റൊരു ഒരു തലത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, എൻ്റെ ഒരു കംഫർട്ട് സോണിന് ഒരു പക്ഷേ ഞാൻ എൻജോയ് ചെയ്തായിരിക്കാം. കാരണം എപ്പോഴും ഫീഡ് ചെയ്യാനായിട്ട് ഹസ്ബൻഡ് ഉണ്ട്, എൻ്റെ ഒരു ആവശ്യം പറഞ്ഞാൽ അത് സാധിച്ചു തരാനായിട്ട് അദ്ദേഹമുണ്ട്, എനിക്ക് പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ അതൊരു പക്ഷേ ഞാൻ എൻജോയ് ചെയ്താകാമെന്ന് ഇപ്പം തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഈ നമ്മൾ കണ്ണുള്ളപ്പം കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഈ ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആണെങ്കിലും അതൊന്നും എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ പൊസിഷൻ എന്നാന്ന് നമ്മൾ പലപ്പോഴും റിയലൈസ് ചെയ്തത് പോലും ഞാൻ മരണത്തിന് ശേഷമാണ്. അപ്പോൾ അതൊരു വലിയ തിരിച്ചറിവാണ്. ഇപ്പം സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരാളില്ല, താങ്ങാനായിട്ട് ഒരാളില്ല എന്നുള്ളൊരു വലിയ തിരിച്ചറിവായിരുന്നു. അപ്പോൾ ഡെഫിനറ്റ്ലി അതൊരു ഫുൾ സ്റ്റോപ്പ് ആയിരുന്നു. ആ ഒരു ഫുൾ സ്റ്റോപ്പിൽ നിന്ന് റീസ്റ്റാർട്ട് ചെയ്യേണ്ടത് എൻ്റെ ഒരു ആവശ്യം തന്നെയായിരുന്നു. കമ്മിങ് ടു ലോയില വെഞ്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, ആ ഒരു ഫേം ഒരിക്കലും മാഡത്തിൻ്റെ വളരെ ജീവിതത്തോട് വളരെ ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു പേരായിരിക്കും അത്. ഹൗ യു ഫീൽ നൗ? എന്താണ് ലോയില വെഞ്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്? എനിക്കറിയാം, പ്രേക്ഷകരോട് ഒന്ന് പറയാനാണെന്നുണ്ടെങ്കിൽ ഒന്ന് ബേസ് മുതലൊന്ന് മാഡം ഒന്ന് പറയാമോ? ലുവല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എൻ്റെ ലൈഫാണ്. കാരണം എനിക്കൊരു ഒരു ഒരു പുതിയൊരു ലൈഫ് തന്നത് ഈ ലുവല്ലയാണ്. അപ്പോൾ ഒരു വേർഡിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. അതൊരു ജർമ്മൻ ഒറിജിൻ വേർഡാണ്. അപ്പോൾ അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് സ്ട്രോങ് വാരിയേഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ലൈഫിലെ വലിയൊരു യുദ്ധം കഴിഞ്ഞിട്ട് ഞാൻ നേടിയെടുത്ത എൻ്റെ ഒരു സംരംഭമാണ് ലുവല്ല വെഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരുപാട് യുദ്ധങ്ങൾ ഒത്തിരി ഫൈറ്റ് ചെയ്തിട്ടാണ് ഞാനത് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതൊന്ന് ഒരു തരത്തിൽ അതൊരു ഘടകമാണ്. ഇനി മറ്റൊരു തലത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വീട് പണിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ യുദ്ധം തന്നെയല്ലേ. നമ്മൾ ജോലിയൊക്കെ ചെയ്ത് ഒരു കുറച്ച് പൈസ ആയി കഴിയുമ്പോഴാണ് നമ്മൾ വീടെന്ന് പറയുന്ന ഒരു സ്വപ്നം, എത്ര വർഷത്തെ കാത്തിരിപ്പാണ്, അതെങ്ങനെ ആവണം എന്ന് തന്നെ ചിന്തിക്കാൻ തന്നെ നമ്മൾ സമയമെടുക്കുന്നു. അപ്പം ഇതും വലിയൊരു യുദ്ധത്തിന് ശേഷമാണ് ഒരാൾ വീട് പണിയുക. ഇനി വീട് പണിതാൽ അതിൻ്റെ ഏറ്റവും സ്വപ്ന തുല്യമായിട്ടുള്ളൊരു ഭാഗം എന്ന് പറയുന്നത് ഇൻറ്റീരിയറാണ്. അപ്പോൾ ആ ഒരു ഡ്രീമിന്, യുദ്ധത്തിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന് ഒപ്പം നിൽക്കുക എന്നതുകൂടിയാണ് ലുവല്ല എന്നുകൊണ്ട് അർത്ഥമാക്കുക. ഈ ലോയില വെഞ്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എങ്ങനെയാണ് ഇപ്പോൾ മേജറായിട്ടുള്ള ഒരുപാട് പേര് ഇപ്പോൾ ഇതിന് സെർച്ചിങ് പ്ലാറ്റ്ഫോംസ് കൂടുതലാണ്, എങ്ങനെയാണ് നമ്മൾ അവരിൽ നിന്ന് ഭയങ്കരമായിട്ട് വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്, അതെങ്ങനെയാണ് മാഡം അത് പ്ലേസ് ചെയ്തതാണോ? അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് വരുന്ന വർക്കിൻ്റെ ഇത് റെഫറൻസ് കൂടുതൽ റെഫറൻസുകൾ കാര്യങ്ങളായിട്ട് വരുമ്പോഴാണ് നമുക്ക് ശരിക്കും വർക്ക് ക്വാളിറ്റി കാര്യങ്ങൾ കൂടുതലും മാഡത്തിന് എങ്ങനെയാണ് ഇത് കിട്ടുന്നത്? റെഫറൻസ് ത്രൂ ആണോ, അതോ നമ്മുടെ മാർക്കറ്റിംഗ് സ്റ്റാഫ് കാര്യങ്ങൾ ത്രൂ ആണോ? എങ്ങനെയാണ് മാഡത്തിന് കൂടുതലായിട്ടും നമുക്ക് വർക്കുകൾ കൂടുതൽ വരുന്നത്? മാർക്കറ്റിംഗ് സത്യം പറഞ്ഞാൽ നമുക്ക് സീറോ എന്ന് തന്നെ പറയാം. ലിമിറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ആണ്. ഇപ്പോൾ അടുത്ത കാലത്താണ് നമ്മുടെ ഓഫീസിൽ ഇരിക്കുന്ന ഏരിയ പോലും 1-2 ഹോർഡിങ്സും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് അടുത്ത കാലത്താണ്. പക്ഷെ നമുക്ക് വർക്കുകൾ വരുന്നത് മുഴുവൻ റെഫറൻസ് വർക്കുകളാണ്. ഒരു പ്രൊജക്റ്റ് കഴിയുമ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി ഒരു 2 to 3 റെഫറൻസസ് വരാറുണ്ട്. ഏറ്റവും മിനിമം ആയിട്ട് അത്രയെങ്കിലും വരാറുണ്ട്. കണക്ട് ചെയ്ത് കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു വർക്കിൽ നമ്മൾ ഹാപ്പി ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് സെലിബ്രിറ്റീസിൻ്റെ വർക്കുകൾ വരുന്നുണ്ട്. അതായത് ഏത് കാറ്റഗറിയിലുമുള്ള വർക്കുകൾ നമ്മൾ ചെയ്യും. ഇപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ ഒത്തിരി സ്വപ്നങ്ങൾ കാണും. പക്ഷെ അദ്ദേഹത്തിൻ്റെ സാമ്പത്തികം ഒരുപക്ഷെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കില്ല. അപ്പോൾ അതിൽ പോലും ഞാൻ ഇൻവോൾവ് ചെയ്യാറുണ്ട്. അവരോട് സജസ്റ്റ് ചെയ്യാറുണ്ട്, നമുക്ക് ഈ ഒരു ബഡ്ജറ്റിൽ ചെയ്യാം, ഇത് മതി, നമുക്കത് മിനിമലായിട്ട് ചെയ്ത് കഴിഞ്ഞ് ഭംഗിയായിട്ട് ചെയ്ത് കൊടുക്കാം, അതിന് ഒത്തിട്ടുള്ള ഡിസൈൻ ഞങ്ങൾ സജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് ആൾക്കാരിലേക്ക് ഒരു നെഗറ്റീവ് വരാതിരിക്കാൻ വേണ്ടി തന്നെ കൂടുതലും ഒത്തിരി സെലിബ്രിറ്റീസിൻ്റെ വർക്കുകളൊന്നും ഞങ്ങൾ ഒത്തിരി ഷോക്കേസ് ചെയ്യാറില്ല. ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് വി ഡു നോട്ട് വാണ്ട് ടു ബ്രേക്ക് ദ പ്രൈവസി. അവരൊരു വീട് പണിതിട്ട് പിന്നെ അവരുടെ വീട് മുഴുവൻ ഫുൾ ടൈം കാണിച്ചുകൊണ്ട് നടക്കുക എന്ന് പറയുന്നതിനോട് എനിക്ക് അത്ര താല്പര്യമില്ല. ഒരു താമസം തുടങ്ങിയിട്ടില്ലാത്ത സാഹചര്യങ്ങളിലൊക്കെ ചില സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യാറുണ്ട്, നമ്മുടെ ക്ലയൻസിനെ കാണിക്കാൻ വേണ്ടിയിട്ട്. അത് ഇതാണ് വർക്ക് എന്നുള്ളത് അത് ക്ലയൻസ് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കും. പക്ഷേ അത് കൂടുതലും പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ കൂടുതലും ചെയ്യാറില്ല. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളത് മാത്രം, കാണിക്കേണ്ടത് കൊണ്ട് മാത്രം ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ മാഡത്തിൻ്റെ പേജ് റെഫർ ചെയ്ത സമയത്ത് ഈ സെയിം മാഡം പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഷോ കേസിങ് ഇല്ല അതിനകത്ത്. യു ഹാവ് ദാറ്റ് പോർട്ട്ഫോളിയോസ് വിത്ത് യു വളരെ പേഴ്സണലി. അപ്പം ഒരു അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിക്ക് മാത്രമാണ് അഫോർഡ് ചെയ്യാൻ പറ്റുക ഈ ഇൻറ്റീരിയർ മോഡുലർ കിച്ചൺ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവർക്കും. മാഡം ബേസിക്കലി അത് ബ്രേക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടാണോ ഈ ലോയില വെഞ്ചേഴ്സ് കൊണ്ടുവരുന്നത്? കാരണം ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്കും ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിക്കും തൻ്റേതായിട്ടുള്ള വീടിൻ്റെ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഇൻറ്റീരിയർ ചെയ്യാൻ സാധിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും എന്ന് മാഡം ഷോക്കേസ് ചെയ്യുന്ന രീതിയിലാണോ ഇതിൻ്റെ ഒരു ഗ്രോയിങ് മന്ത്ര? അതാണോ മാഡം ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഒരു വീട് പണിയുക എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് എന്താ?
ഒരു വീട് എന്ന് പറയുമ്പോൾ പുറം വശമാണോ ഇപ്പോൾ വരാറുള്ളത്? ഇന്റീരിയർ ആണ്. ഇപ്പം നേരത്തെ ഒരു വീട് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ എലവേഷൻ പുറത്തുനിന്നുള്ള ഫസ്റ്റ് ഉള്ളിലേക്ക് വരുന്നത് ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഫസ്റ്റ് ചിന്തിക്കുമ്പോൾ നമ്മുടെ ബെഡ്റൂം, നമ്മുടെ കിച്ചൺ, ആ വീടിൻ്റെ ഇൻറ്റീരിയർ ആണ് ആദ്യം മനസ്സിലേക്ക് വരിക. അപ്പോൾ ആ ഒരു ഇൻറ്റീരിയർ ഭംഗിയാക്കണം എന്നുള്ളത് എല്ലാ ഒരു വ്യക്തികളുടെയും ഒരു സ്വപ്നമാണ്. ഒരു കൊച്ചു വീടാണെങ്കിൽ കൂടിയും അതിന് പറ്റുന്ന രീതിയിൽ ചെയ്യണം എന്നുള്ളത് എല്ലാവരുടെയും ഒരു സ്വപ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവരുടെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ 100% കസ്റ്റമൈസേഷനാണ് നമ്മൾ മുമ്പോട്ട് വയ്ക്കുന്നത്. അവരുടെ ബഡ്ജറ്റ് എന്താണോ അതിനനുസരിച്ച് ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. കമ്പനി സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു മേജർ മാനേജിങ് ഡയറക്ടേഴ്സിൽ 3 of them are ലേഡീസ്. അതൊരു ട്രിക്കായിരുന്നോ, അല്ലെങ്കിൽ കൂടുതലും ഒരു ഡിസിഷൻ മേക്കിംഗ് പവർ ഉണ്ടാവുന്നത് ലേഡീസിനാണെന്നുള്ളൊരു തോട്ട് മാഡത്തിന് മനസ്സിൽ ഉണ്ടായിട്ട് തുടങ്ങിയ ഒരു വെഞ്ചറായിരുന്നു? ശരിക്കും പറഞ്ഞാൽ ഇത് വനിതാ സംരംഭമായി തുടങ്ങണം എന്നുള്ളത് തുടക്കത്തിലൊന്നും ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് ഞങ്ങൾ തുടങ്ങിയത് ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ തന്നെ എൻ്റെ റിക്വയർമെൻ്റ് ആയിരുന്നു ഒരു ഓൺടർപ്രണർഷിപ്പിലേക്ക് കടന്നു വരാനുള്ള റീസൺ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സിനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങൾ 5 പേര് കൂടിയിട്ടാണ്. അതിൽ 2 ജെൻസും പിന്നെ 3 ലേഡീസുമായിട്ടാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ഇവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളായിട്ട് ആ ഒരു കാലഘട്ടത്തിൽ പരിചയപ്പെട്ട വ്യക്തികൾ ഒരേപോലെ ചിന്തിക്കുന്നു എന്ന് കരുതിയിട്ടൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിൽ എക്സ്പേർട്ടിസം ഉള്ള വ്യക്തികളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു ഈ ഒരു പ്രോസസ്സ് മുഴുവൻ അവർ ടേക്കപ്പ് ചെയ്യുന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ പിന്നീട് ചില സാങ്കേതിക കാര്യങ്ങൾ കൊണ്ട് അവർക്ക് മറ്റു പല എൻഗേജ്മെൻറ്റ്സ് വന്നതുകൊണ്ട് അങ്ങനെ ഒരു ചില സിറ്റുവേഷൻസിൽ ഞങ്ങൾക്ക് 3 പേരിലേക്ക് അത് ഒതുങ്ങേണ്ടി വന്നു. അങ്ങനെയാണ് വനിതകൾ മാത്രമായത്. അപ്പോൾ ഈ വനിതകളെ കൂടെ നിർത്തണം എന്നുള്ളൊരു ഒരു ചിന്ത വന്നു. അതോടൊപ്പം തന്നെ ഇപ്പം എൻ്റെ ഒപ്പമുള്ളവർ ഒന്ന് ടിൻറ്റു ലോറൻസ്, ഷീസ് ഫ്രം ബാംഗ്ലൂർ, ആൻഡ് സീന രവീന്ദ്രൻ, ഷീസ് ഫ്രം തിരുവനന്തപുരം. അപ്പോൾ ഇവർ 2 പേരും എൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. പലപ്പോഴും ഞങ്ങളുടെ ചിന്തകൾ ഒരുപോലെ വരുന്നുണ്ട്. ഇപ്പം ഓരോ ഡിസൈനിങ്ങിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻ ടൈമിലാണെങ്കിൽ പോലും ഞങ്ങൾക്ക് 3 പേർക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഒരുപാടുണ്ട്. അപ്പം പലപ്പോഴും ചിന്തിക്കുമ്പോൾ തോന്നിയിട്ട് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഞങ്ങൾ സ്ത്രീകളായതുകൊണ്ടാണ്. ഇപ്പോൾ ഒരു വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് കിച്ചണാണ്. ഒരു കിച്ചണിൽ എവിടെയാണ് ഓരോ സാധനങ്ങളും പ്ലേസ് ചെയ്യേണ്ടത്, എന്തുമാത്രം സ്പേസ് വേണം, സ്റ്റോറേജ് വേണം എന്നുള്ളത് നിങ്ങളെ കഴിഞ്ഞും കൂടുതൽ ഞങ്ങൾക്കാണ് അറിയാൻ പറ്റുക. അപ്പോൾ അതുപോലെ തന്നെ ഓരോ വീടിൻ്റെയും എങ്ങനെയാണ് കംപ്ലീറ്റ് നമ്മൾ ഉപയോഗപ്പെടുത്താവുന്ന രീതിയിൽ സ്പേസിനെ ഡിസൈൻ ചെയ്യാമെന്ന് ചിന്തിക്കാൻ പറ്റുന്നതും അവരുടെ റിക്വയർമെൻറ്റ് വെച്ച് ചിന്തിക്കാൻ പറ്റുന്നത് ലേഡീസിനാണ്. അപ്പോൾ എനിക്കൊന്ന് കൂടുതലും ഒരു വീട് ഇൻറ്റീരിയറായിട്ട് ഞങ്ങളെ സമീപിക്കുന്നവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും എഫക്റ്റീവായിട്ട് തോന്നിയത് സ്ത്രീകൾ തന്നെയാണെന്നാണ് ഞങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞങ്ങളുടെ ക്ലയൻസിൻ്റെ ഫീഡ്ബാക്സിൽ നിന്നും ഞങ്ങൾക്കത് പലപ്പോഴും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഒരു വനിതാ സംരംഭം, അതാണ് ഇത് ഈ ഒരു പ്രത്യേകിച്ച് ഈ ഒരു മേഖലയിൽ പ്രധാനപ്പെട്ടത് എന്നുള്ളത് ഒന്ന് ചിന്തിച്ചു. അതുപോലെ തന്നെ കൂടുതലും സ്ത്രീകളാണ് നമ്മുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുക. ഒരു സൈറ്റ് വിസിറ്റിന് പോകുന്ന ടീമിൻ്റെ കൂടെ മസ്റ്റായിട്ടും ഒരു സ്ത്രീയെങ്കിലും ഉണ്ടാകണം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അത് ഈ ഒരു തോട്ട് പ്രോസസ്സിങ് ഈസി ആവാൻ വേണ്ടിയിട്ടാണ്. പേഴ്സണൽ ലൈഫിൽ ഉണ്ടായിരുന്ന ഒരു ഇഷ്യൂ കാരണമാണ് ഈ ഒരു സംരംഭത്തിലേക്ക് വരണം എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തായിരുന്നു ആ ഇഷ്യൂ? എന്തായിരുന്നു മാഡത്തിനെ ട്രിഗർ ചെയ്തിട്ടുള്ള? ഓർപ്പിക്കല്ലേ, ഓർക്കുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ സങ്കടമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഒരു ഷെൽട്ടർ എന്നുള്ള ഒരു ഇതിലേക്ക് വന്നത്. അപ്പോൾ ഹസ്ബൻഡ് മരിച്ച സമയത്ത്, വീട് നഷ്ടപ്പെട്ട് ഒത്തിരി ബുദ്ധിമുട്ടിയിരുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റൈസ് ചെയ്തത് ഐ നീഡ് എ ഷെൽട്ടർ എന്നുള്ളതായിരുന്നു. ഇത് ഞാൻ പലരുടെ അടുത്ത് ഷെയർ ചെയ്തപ്പോൾ പോലും പലരും എന്നോട് പറഞ്ഞില്ല, വേണ്ട ഇപ്പോൾ പോകണ്ട, കാരണം ഇത്രയും പ്രശ്നങ്ങളാണ് നിൽക്കണേ, അതിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ ഒരു അപ്പാർട്ട്മെൻറ്റ് വാങ്ങിക്കാൻ അല്ലെങ്കിൽ ഒരു വീട് വാങ്ങിക്കുന്നതിനെ പറ്റി ചിന്തിക്കേണ്ട എന്നാണ് പലരും എന്നോട് പറഞ്ഞത്. അപ്പോഴും ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തോളാം, കുഴപ്പമില്ല, എന്തായാലും ഇത്രയും ബാധ്യതയായി, കുറച്ചുകൂടി ഇരിക്കട്ടെ. അപ്പോൾ അങ്ങനെയാണ് മൂവാറ്റുപുഴയിൽ പെട്ര എന്ന് പറയുന്ന ഒരു അപ്പാർട്ട്മെൻറ്റ് ഞാൻ വാങ്ങിക്കുക, ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടാണ്. അപ്പോൾ അവിടെ കയറാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഇപ്പം ഹസ്ബൻഡ് ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ മക്കൾക്ക് കൊടുത്തൊരു ഫെസിലിറ്റീസ് ഉണ്ട്, അതൊട്ടും കുറയ്ക്കരുത് എന്നുള്ള ഒരു ആഗ്രഹം കൂടി എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ബജറ്റേ ഇല്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലും ഒത്തിരി ആഗ്രഹിച്ച് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ കുറച്ച് ഇൻറ്റീരിയർ ചെയ്യാമെന്ന് കരുതിയിട്ട് ഒരു കമ്പനിയെ സമീപിക്കുന്നത്. ഞാൻ എൻ്റെ സിറ്റുവേഷൻസ് അവരോട് പറഞ്ഞു, എല്ലാം പറഞ്ഞ് എൻ്റെ ബജറ്റ് ഞാൻ പറഞ്ഞു. പക്ഷേ അവസാനം വന്നപ്പോൾ 3 ഇരട്ടിയായി. ബജറ്റും കഴിഞ്ഞിട്ട് തന്ന എസ്റ്റിമേഷനിലും അത് ഓവർഫ്ലോ ചെയ്തു പോയി. അപ്പോൾ അത് ചെയ്തു, എന്നാലും എങ്ങനെയെങ്കിലും ആട്ടെ എന്ന് കരുതിയിട്ട് ഒരു തരത്തിൽ ഞാനത് കംപ്ലീറ്റ് ചെയ്തു. 1 മാസം കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലി ആയി. എങ്ങനെയാണെന്നറിയോ, വീട്ടിൽ നിന്നൊക്കെ കൂണ് പറിച്ച് അപ്പം തന്നെ നേരെ ഫ്രൈ ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ വെച്ചാൽ വീട്ടിൽ തന്നെ ഈ കൂണ് നിൽക്കുന്ന ഒരു അവസ്ഥ. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ വെറ്റ് ഏരിയ ആണെന്നുണ്ടെങ്കിൽ മോയ്സ്ചർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം കാർക്കേസസ് ഒക്കെ നമ്മൾ ആ വെറ്റ് ഏരിയാസിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് വാഷ് ബേസിൻ, വാഷ് കൗണ്ടേഴ്സ് അവിടെയൊക്കെ ഉപയോഗിക്കുക. WPC അല്ലെങ്കിൽ മൾട്ടിവുഡ് പോലെയുള്ള മെറ്റീരിയൽസ് തന്നെ
ടൈലിനെ മസ്റ്റായിട്ട് ഉപയോഗിക്കണം. ഇനി ഷട്ടേഴ്സിന് നമ്മൾ ഉപയോഗിക്കുന്ന പോലും പ്ലൈ ആണെങ്കിൽ കൂടിയും അത് മറൈൻ പ്ലൈ ആയിരിക്കണം, അത് ക്വാളിറ്റിയുള്ള പ്ലൈ ആയിരിക്കണം. അപ്പോൾ ആ ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം പോലും അവരത് ചെയ്യാത്തത് കൊണ്ട് അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഇപ്പം അവരുടെ സുഹൃത്തുക്കളാണ് കേട്ടോ, ഞാൻ അവരൊരിക്കലും പേര് പറയുകയോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. പക്ഷെ അതെന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടായി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരാൾ ഇത്രയും സ്വപ്നം കണ്ട് ചെയ്യുന്ന ഒരു കാര്യത്തിൽ ഒരു തുള്ളി കളർ പോലും ഉണ്ടാവരുത്. നമ്മൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയിട്ട് അവരുടെ ആവശ്യമനുസരിച്ച് ബഡ്ജറ്റ് അനുസരിച്ച് ചെയ്തു കൊടുക്കാനായിട്ട് പറ്റണം. നമ്മളത് ഒരു വർക്ക് ചെയ്തതിന് ശേഷം അയ്യോ പറ്റിപ്പോയല്ലോ വേണ്ടായിരുന്നു എന്നൊരു ചിന്ത ഒരിക്കലും ഒരു ക്ലയൻറ്റിന് വരരുത്. അവർ പറയുന്നത് ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും അപ്പുറത്താണ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു സംതൃപ്തിയാണ് നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോവുക. അത് എനിക്ക് ഈ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എൻ്റെ ഓരോ പ്രൊജക്റ്റിലും എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓരോ പ്രൊജക്റ്റും ഞാൻ എൻ്റെ ഫസ്റ്റ് പ്രൊജക്റ്റായിട്ടാണ് കാണുക. ഓരോന്നിലും ഇൻവോൾവ് ചെയ്യാനായിട്ട് മാക്സിമം എത്ര സമയമില്ലെങ്കിൽ കൂടിയും നമ്മുടെ കമ്പനിയിൽ വരുന്ന ഓരോ പ്രൊജക്റ്റിലും അതിൻ്റെ എസ്റ്റിമേഷൻ്റെ വലുപ്പം നോക്കിയിട്ടല്ല, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ലക്ഷറി ആണെങ്കിലും മോഡേൺ ആണെങ്കിലും ട്രഡീഷണൽ ആണെങ്കിലും ഏത് സ്റ്റൈൽ ഓഫ് ഇൻറ്റീരിയർ ആണെങ്കിലും എനിക്കതിൽ ശ്രദ്ധിക്കണം എന്നുള്ളത് സമയം കണ്ടെത്താറുണ്ട്. ഒരു വീടിൻ്റെ ഏറ്റവും ഒരു ഏജിൽ ബിഫോർ ഒരു 25 to 30 years ബാക്ക് ഏറ്റവും കുറവ് എമൗണ്ട് ചിലവാക്കിയിരുന്ന ഒരു സ്ഥലമായിരുന്നു അടുക്കള. ഏറ്റവും ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തിരുന്ന ഒരു സ്ഥലമായിരുന്നു അടുക്കള. ഇന്ന് മാഡത്തിൻ്റെ ഒരു ട്രാൻസിഷൻ ഏജ് വെച്ച് നോക്കുന്ന സമയത്ത് ആ ഒരു ട്രാൻസിഷൻ എങ്ങനെയാണ്? ഇന്നിപ്പോൾ ഒരു മോഡുലാർ കിച്ചൺ മാഡം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റീരിയേഴ്സ്, വീടിൻ്റെ ഇൻറ്റീരിയേഴ്സിന് പ്രയർ ഇമ്പോർട്ടൻസ് ആണ് നമ്മളിപ്പോൾ കിച്ചൺ കൊടുക്കുക. ഇപ്പോൾ ആ ഒരു ചേഞ്ച് എങ്ങനെയാണ് മാഡത്തിന് ഫീൽ ചെയ്യുന്നത്? കിച്ചൺ എന്ന് പറയുന്നത് ഒരു ലീസ്റ്റ് പ്രയോറിറ്റി കൊടുത്തിരുന്ന ഒരു സ്പേസ് ആയിരുന്നു മുമ്പൊക്കെ വീടുകളിൽ. ചിലപ്പോൾ 2-3 കിച്ചണൊക്കെ ചിലപ്പോൾ സ്പേസ് ഇട്ടിട്ടുണ്ടാവും. പക്ഷെ അതെങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താമെന്നുള്ള രീതിയിലായിരിക്കില്ല അത് ഡിസൈൻ ചെയ്യുക. പക്ഷേ ഇപ്പം അതിൻ്റെ ഒരു കംപ്ലീറ്റ് കോൺസെപ്റ്റേ മാറി. ഇപ്പം ആൾക്കാരിപ്പം ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം സ്പേസ് മാക്സിമം യൂട്ടിലൈസേഷൻ എന്നൊരു ചിന്തയാണ് കിച്ചണെ പറ്റി ആദ്യം വരിക. അപ്പോൾ ആ ഒരു യൂട്ടിലൈസേഷൻ മനസ്സിലാക്കണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ ആ ഫാമിലിയെ പറ്റി പഠിക്കണം. അപ്പോൾ ആ ഫാമിലിയിൽ എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്, അവരെങ്ങനെ ഏത് രീതിയിൽ, ചില കേസസിലൊക്കെ ഏത് രീതിയിലുള്ള കുക്കിംഗ് മെത്തേഡ്സ് വരെയാണെന്ന് പോലെ നമ്മൾ ചോദിക്കാറുണ്ട്. എങ്ങനെയൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ, ചിലപ്പം ബേക്കിങ്ങിനോട് താല്പര്യമുള്ളവരായിരിക്കാം, അപ്പോൾ അതിനുള്ള സ്റ്റോറേജ് സ്പേസസ് വേണം, അപ്പോൾ അതിനുള്ള ഓവൻ ആയിരിക്കാം സ്പേസ് ചെയ്യുക, അതിൻ്റെ സൈസാണ് നമ്മൾ അവിടെ അലോട്ട് ചെയ്യുക. പിന്നെ ഇപ്പം റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ചിലപ്പോൾ നമ്മൾ ലൈറ്റ് ഷെയ്ഡ്സ് ആയിരിക്കില്ല, പെട്ടെന്ന് ഡള്ളാവാത്ത ഷെയ്ഡ്സ് ആയിരിക്കാം അപ്ലൈ ചെയ്യുക. അപ്പോൾ അവരുടെ നേച്ചർ അനുസരിച്ചിട്ട് അവരുടെ സ്റ്റൈൽ അനുസരിച്ചിട്ടാണ് നമ്മൾ ആ ഒരു സ്പേസ് ഡിസൈൻ ചെയ്യുക. അപ്പം സ്റ്റോറേജിനാണ് മാക്സിമം ഒരു കിച്ചണിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതുപോലെ തന്നെ കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആക്സസ് ഉള്ള രീതിയിൽ ഓരോ കാര്യങ്ങളും ക്രമീകരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു സ്പൈസസ് റാക്ക് ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. കോമൺ ആയിട്ടും ലെഫ്റ്റ് സൈഡിലാണ് ചെയ്യാറുള്ളത്. പക്ഷെ കുക്ക് ചെയ്യുമ്പോൾ മാക്സിമം ഒരു മെജോറിറ്റി ആൾക്കാരും യൂസ് ചെയ്യുന്നത് റൈറ്റ് ഹാൻഡാണ് യൂസ് ചെയ്യുക. ഈ റൈറ്റ് ഹാൻഡിലാണ് ഈ സ്പൈസസ് റാക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എടുക്കാനായിട്ട് ഈസിയാണ്. ഇതൊക്കെ ചെറിയ ചെറിയ ടിപ്സാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ഇൻവോൾവ് ചെയ്യിച്ചിട്ടാണ് ഓരോ കിച്ചനും ഡിസൈൻ ചെയ്യുക. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആകാനായിട്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഈ കളർ കോമ്പിനേഷൻസും അവർക്കൊരു ഇത് കൊടുക്കുകയാണോ അതോ നമ്മൾ തന്നെ സജസ്റ്റ് ചെയ്ത് പറയുകയാണോ? ഇപ്പോൾ ഒരു ലൈറ്റ് ഷെയ്ഡ് കളേഴ്സ് അല്ലെന്നുണ്ടെങ്കിൽ ഇത് യൂസ്, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ സ്റ്റൗവും സാധനങ്ങളൊക്കെ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ ഈ ലൈറ്റ് ഷെയ്ഡ് കളേഴ്സ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ പ്രോപ്പർട്ടീസ് ആണ്, ഇതിനെല്ലാം സ്പെസിഫൈ ആയിട്ടുള്ള എന്താണ് ഇതിൻ്റെ ഇത്ര നാൾ അതിൻ്റെ ഒരു ഇയർ ഓഫ് വാറൻറ്റീസ് ഉണ്ടെങ്കിൽ ഇത്ര നാൾ അത് സ്പേസ് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, അങ്ങനെ നമ്മളിത് എഡ്യൂക്കേറ്റ് ചെയ്തിട്ട് തന്നെയാണോ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മുടെ കൺസൾട്ടേഷൻ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അപ്പോൾ നമ്മുടെ അടുത്തൊരു കൺസൾട്ടേഷന് വേണ്ടിയിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ അതിനൊരു പേയ്മെൻറ്റ് കാര്യമൊന്നും വേണ്ട. നമ്മൾ എത്ര സമയം വേണേലും അവരെ ഗൈഡ് ചെയ്യാനായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് നമ്മൾ വില്ലിങ് ആണ്. അപ്പോൾ ഇതിൽ പലപ്പോഴും പലർക്കും പറ്റുന്ന ഒരു അബദ്ധം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കൂടുതലും ഇൻറ്റീരിയർ ചെയ്യുന്ന ഒരു വ്യക്തി അത് ആലോചിക്കുമ്പോൾ തന്നെ പോകുന്നത് സോഷ്യൽ മീഡിയാസിലേക്കാണ്. ഇതിൽ കാണുന്ന പല വീഡിയോസിലും കാണുന്ന കാര്യം പലപ്പോഴും അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കില്ല. ചിലപ്പം കാലാവസ്ഥയിൽ വ്യത്യാസം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ആവശ്യം അതായിരിക്കില്ല, അവരുടെ ഫാമിലി മെമ്പേഴ്സ് അങ്ങനെ ആ ഒരു സ്പേസ് യൂട്ടിൽ ചെയ്യാൻ പറ്റും, അങ്ങനെ പല രീതിയിലുള്ള ഡിഫറൻസ് ഉണ്ടാവും. ഇപ്പം ഇവർ കൊണ്ടുവരുന്ന സാധനം ചിലപ്പോൾ നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റിയെന്നിരിക്കില്ല, അതിനനുസരിച്ചുള്ള സ്പേസ് ആയിരിക്കില്ല. നമ്മൾ അവരെ ഗൈഡ് ചെയ്യാറുണ്ട്. ഇന്ന റീസൺ കൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ ഇതാണ് എന്ന് പറഞ്ഞ് നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷെ എന്ത് പറഞ്ഞാലും 100% കസ്റ്റമൈസേഷൻ ആണ്. ആ കസ്റ്റമൈസേഷനിൽ അവരെ എഡ്യൂക്കേറ്റഡ് ആക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ആ ഒരു ഫൈനൽ ഡിസൈനിലേക്ക് പോകുക. കമ്മിങ് ടു യുവർ വെഞ്ചർ, അതിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങളിൽ ചിലപ്പോൾ ഈ പറഞ്ഞ നമ്മുടെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്തിരുന്ന പല പ്രൊഫഷൻസും ചിലപ്പോൾ എടുത്തിടേണ്ടി വരും. ചില സമയത്ത് ഒരു മെൻറ്ററായിട്ട് നിൽക്കേണ്ടി വരും, ചില സമയത്ത് ഒരു കൗൺസിലറായിട്ട് നിൽക്കേണ്ടി വരും, ചില സമയത്ത് ഒരു ഓൺട്രപ്രനർ ഒരു MD ആയിട്ട് നിൽക്കേണ്ടി വരും, ചില സമയത്ത് ഒരു സാധാ വർക്കറായിട്ട് നിൽക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു വെഞ്ചറിൻ്റെ ഉള്ളിൽ
ഈ ഇത്രയും ക്യാരക്ടേഴ്സായിട്ട് മാറേണ്ടി വന്നിട്ടുണ്ടോ ഫോർ ദ സക്സസ് ഓഫ് ദ കമ്പനി? ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് നമ്മളൊരു കംഫർട്ട് സ്പേസിൽ വർക്ക് ചെയ്യുവാണെങ്കിൽ എൻ്റെ ഔട്ട്കം ഇരട്ടിയായിരിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഞാനത് പറയാൻ കാരണം, ഞാൻ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഓൺടർപ്രണർഷിപ്പിലേക്ക് കടന്നു വന്ന ഒരാളല്ല. ഞാൻ എംപ്ലോയി ആയി കാലഘട്ടങ്ങളോളം ഇരുന്നതിന് ശേഷം ആ ഒരു സ്ട്രക്ചർ പഠിച്ചിട്ട് പല മേഖല, ഇപ്പോൾ അഡ്മിനിസ്ട്രേഷൻ ആയിക്കോട്ടെ, മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, മറ്റേതൊരു മേഖലകളിലും എക്സ്പീരിയൻസ് വന്നതിന് ശേഷമാണ് ഞാൻ ഓൺടർപ്രണർഷിപ്പിലേക്ക് വന്നത്. ഇത് പലപ്പോഴും എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. കൂടുതലൊരു എംപ്ലോയർ എന്നതിനെ കഴിഞ്ഞും കൂടുതൽ എംപ്ലോയിയുടെ ഭാഗത്ത് നിന്ന് പലപ്പോഴും ചിന്തിക്കാനായിട്ട് ഞാൻ നോക്കിയിട്ടുണ്ട്. നമ്മുടെ ഓഫീസിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ചില സമയത്ത് ഇതൊരു എന്താ പറയുക, ഒരു കോളേജ്, ഒരു ക്യാമ്പസിൻ്റെ ഇതിലേക്ക് കയറി വരുന്ന ഒരു ഫീലൊക്കെ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ലഞ്ച് ടൈമിലായാലും ഞങ്ങളത് എൻജോയ് ചെയ്ത് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഡിസൈനിങ്ങിനെ പറ്റിയുള്ള ഡിസ്കഷനിലാണെങ്കിലും എല്ലാവരും ഓപ്പൺ അപ്പ് ആയിട്ട് അവരുടെ ഐഡിയാസ് ഷെയർ ചെയ്യാറുണ്ട്. ഇതിനകത്തൊക്കെ നമ്മളൊരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ മാക്സിമം കൊണ്ടുവരാനായിട്ട് നോക്കാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ചില സമയത്ത് നമ്മളെല്ലാം മനസ്സിലാക്കുന്ന ഒരാളായിട്ടും ചില സമയത്ത് ഒന്നും മനസ്സിലാകാത്ത ഒരാളായിട്ടും നിൽക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവും. അവരോടൊപ്പം നിൽക്കുന്നതിനോടൊപ്പം തന്നെ അവരെ കറക്റ്റ് ചെയ്യേണ്ട മേഖലകളിൽ കറക്റ്റ് ചെയ്ത് പോവുക, അതൊരിക്കലും ഹർട്ടാവാതെ കൊണ്ടുപോവുക എന്നുള്ളതാണ്. അപ്പോൾ ഇൻ പ്രിസൈസ് ലെവലിൽ ഒരു ഫാമിലിയാണ് അല്ലേ? അവിടെ ഒരു ചില സമയത്ത് ഒരു ടീച്ചറാവാം, ഒരു മെൻറ്ററാവാം, ചിലപ്പോൾ ഒരു എന്താ പറയുക, നമ്മളൊരു MD രീതിയിൽ ചിലപ്പോൾ ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഒരു ബ്രെഡ് വിന്നിങ് ആയിട്ടുള്ള ഒരാളുടെ പോലെ ചിലപ്പോൾ ബിഹേവ് ചെയ്യേണ്ടി വരും. അപ്പോൾ മാഡത്തിന് എങ്ങനെയാണ് അത് പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ? ലിവല്ല എന്ന് പറയുന്നത് എൻ്റെ ഒരു സെക്കൻഡ് ഹോമാണ്. അപ്പോൾ എനിക്കെപ്പോഴും അവിടെയുള്ള എംപ്ലോയീസ് ഞാൻ പറയാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല, ലുവല്ല ഫാമിലി മെമ്പേഴ്സ് എന്നാണ് അവർ. അപ്പോൾ അത്രയും ഒരു ബോണ്ടുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ എല്ലാ കാര്യത്തിലും ഞാൻ കുറച്ച് ഇമോഷണലി കണക്റ്റഡ് ആണ്. ഇവൻ എൻ്റെ ഈച്ച് പ്രോജക്റ്റിൽ ഞാൻ ഇമോഷണലി കണക്റ്റഡ് ആണ്. ഓരോ ഡിസൈൻസും എൻ്റെ ഇമോഷൻസ് അതിലുണ്ടാവാറുണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങളിലും ഉണ്ടാവും. അപ്പോൾ ഇതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ലിവല്ല ഫാമിലിയിലെ ആ ഒരു മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എന്നെ കൂടുതലും പറയാൻ പറ്റുകയാണെങ്കിൽ ഒരു കാർക്കശ്യക്കാരനായ സുഹൃത്ത് എന്നുള്ള രീതിയിലായിരിക്കാം പലപ്പോഴും ഉണ്ടാവുക. ചില സമയത്ത് നമ്മൾ തീരുമാനങ്ങൾ, നിലപാടുകൾ സ്ട്രോങ് ആയിട്ട് എടുക്കേണ്ടി വരും, അത് അവരോട് പറയേണ്ടി വരും. എന്നാൽ ചില സമയങ്ങളിൽ വളരെ സൗഹൃദപരമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും. പക്ഷേ ചിലപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ഓഫീസിലേക്ക് വാക്കിൻ ചെയ്താൽ കാണാൻ പറ്റും ചിലപ്പോൾ ഒരു കോളേജിൻ്റെ ക്ലാസ് മുറിയിലേക്ക് കയറി വരുന്ന ഒരു ഫീലൊക്കെ ആയിരിക്കും. അത്തരത്തിൽ ഞങ്ങൾ തമാശകൾ പറഞ്ഞ് ഞങ്ങളുടെ സമയം എൻജോയ് ചെയ്തുകൊണ്ടാണ് വർക്ക് ചെയ്യുക. പിന്നെ കൂടുതലും നമ്മൾ ഡിസൈൻസ് എന്ന് പറയുന്ന ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുള്ള അറ്റ്മോസ്ഫിയർ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പം അതുപോലെ തന്നെ ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ കംഫർട്ട് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഔട്ട്കം ഇരട്ടിയാവും. അപ്പോൾ ആ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. എൻ്റെ ഓരോ എംപ്ലോയീസ് എന്നും പറയുന്നത് അവരെൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളാണ്. അവരില്ലെങ്കിൽ ഞാനില്ല. ലുവലയിലെ ഓരോരുത്തരും അത്രയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഐ എം എവർ താങ്ക്ഫുൾ ടു മൈ ടീം. അവരത്രയും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ടീമാണ് ഞങ്ങളുടെ കൂടെയുള്ളത്. ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം കുറച്ച് ട്രിക്കി ആയിട്ടുള്ളൊരു ചോദ്യമാണ്. കാരണം വലിയ ഹ്യൂജ് പ്രോജക്ട്സിന് നമ്മളെപ്പോഴും കോട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെന്നുണ്ടെങ്കിൽ നമ്മളവരെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ പല തരത്തിലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യേണ്ടി വരും. സോ അറ്റ് ടൈംസ് യു ഷുഡ് ബിഹേവ് ലൈക്ക് എ പൊളിറ്റീഷ്യൻ, അറ്റ് ടൈംസ് യു ഷുഡ് ബിഹേവ് ലൈക്ക് യു ടു യൂസ് ലൈക്ക് എ പൊളിട്രിക്സ്. അപ്പോൾ ഇതിനകത്ത് ഏതാണ് മാഡം ചൂസ് ചെയ്യാറുള്ളത്? ചില സമയത്ത് ട്രിക്സ് യൂസ് ചെയ്യേണ്ടി വരും. ഇപ്പം ചില കാര്യങ്ങളിൽ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ അവരെ കംഫർട്ട് ചെയ്തിട്ട് പറയേണ്ടി വരും. അതൊരു ട്രിക്കാണ് ആക്ച്വലി. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കത് മാനേജ് ചെയ്ത് പോകുക എന്നുള്ളതാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാൻ പൊളിറ്റിക്സിലും കൂടെ ഇൻവോൾവ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് എന്നെ സംബന്ധിച്ച് ബിസിനസ്സും പൊളിറ്റിക്സും ഡെഫിനറ്റ്ലി രണ്ടാണ്. അപ്പം എനിക്ക് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്, ജനസേവനം എന്ന് പറയുന്നത് എൻ്റെ ഒരു പാഷൻ തന്നെയാണ്. ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു മേഖലയാണത്. പക്ഷേ അവിടെ നിൽക്കുമ്പോൾ ഒരു വ്യക്തിക്ക് വേണ്ടി നമ്മളൊരു നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ചിരി ഉണ്ടാവും. അതൊക്കെ എന്നും നമുക്കൊരു സമ്പാദ്യമായിട്ടാണ് ഞാൻ കരുതുക. അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ ജനസേവന മേഖലയിൽ അങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഓൺടർപ്രണർ ആണെങ്കിൽ നമുക്ക് കൃത്യമായ വരുമാനം ഉണ്ടാവണം. അത് ഏത് മേഖലയും, ഓൺടർപ്രണർഷിപ്പ് എന്ന് വേണ്ട, ഏതൊരു മേഖലയിലായാലും കൃത്യമായ ഒരു വരുമാനം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഈ പൊളിറ്റിക്സിൻ്റെ മേഖലയിലും നിൽക്കാൻ പറ്റൂ എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എന്നെ പരസ്പരം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പൊളിറ്റിക്സിലുള്ള കണക്ഷൻസ് പലപ്പോഴും എനിക്ക് ബിസിനസ്സിലേക്ക് കൺവേർട്ടായി വരാറുണ്ട്. നമ്മൾ പർപ്പസ്ലി ചെയ്യുന്നതല്ല, ആ ഒരു റിലേഷൻ വെച്ചിട്ട് ആ ഒരു ട്രസ്റ്റ് ഉണ്ടാവും. ആ ട്രസ്റ്റ് കൊണ്ട് വരുന്ന ഒരുപാട് വർക്കുകളുണ്ട്. നമ്മൾ ഒരിക്കലും ചതിക്കില്ല, നമ്മൾ ഒരിക്കലും അതിൻ്റെ അകത്തൊരു മിസ്റ്റേക്ക് ചെയ്യില്ല
പറ്റില്ല എന്ന് 100% ഈ പലരും നമ്മുടെ ക്ലയൻസ് വിശ്വസിക്കുന്നത് ഈ ഒരു പൊസിഷൻ റീസൺ ആവാം, പൊളിറ്റിക്സിൽ നിൽക്കുന്നത് ഒരു കാരണമാകാറുണ്ട്. അപ്പം അതുപോലെ തന്നെ നമ്മളിപ്പം ബിസിനസ്സിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ എൻ്റെ ഫിനാൻഷ്യൽ ആ ഒരു ഏരിയ എനിക്ക് സ്ട്രോങ് ആയിട്ട് വെക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഇപ്പുറത്ത് എനിക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ട് നിൽക്കാനും പറ്റുന്നുണ്ട്. ഒരു സൊസൈറ്റിയുടെ 2 എക്സ്ട്രീമിൽ നിൽക്കുന്ന ഒരു സംഭവത്തിൽ ശരിക്കും പറഞ്ഞാൽ മാഡം അത് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നോട്ട് ദാറ്റ് മച്ച് ഈസി എന്നുള്ള കാര്യം അറിയാം. ഒരു എൻ്റർപ്രണറായിട്ട് നിൽക്കുക, അതുപോലെ തന്നെ ആക്റ്റീവ് പൊളിറ്റിക്സിൽ ആക്റ്റീവായിട്ട് നിൽക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് രണ്ടും ഒരു കോമൺ വളരെ ലീനായിട്ട് നിൽക്കുന്ന ഒരു കോമൺ മാൻ്റെ മുമ്പിൽ അവരൊരു ബിസിനസ്മാനാണ്, അവർക്ക് എന്നെ സഹായിച്ചുകൂടെ എന്നൊരു തോന്നൽ പലവരുടെയും മനസ്സിലുണ്ടാവും. ഈ ഒരു ചോദ്യം എപ്പോഴെങ്കിലും മാഡം ഇൻറ്റീരിയർ വളരെ വേണ്ടപ്പെട്ട അടുത്ത ആൾക്കാരുടെ അടുത്തുനിന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പൊളിറ്റിക്കൽ പരമായിട്ടുള്ള ആൾക്കാരുടെ അടുത്തുനിന്നോ ഫേസ് ചെയ്ത് വന്നിട്ടുണ്ടോ? ഞാനിപ്പോൾ ഒരിക്കലും പൊളിറ്റിക്സും ബിസിനസ്സും മിക്സ് ചെയ്യാറില്ല. കാരണം അത് രണ്ടും 2 സെക്ടറാണ്. പക്ഷേ ഇത് രണ്ടും ഇൻ്റർ കണക്റ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഈ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ പൊളിറ്റിക്സിലെ ബന്ധങ്ങൾ ചിലപ്പോഴൊക്കെ എനിക്ക് വർക്കുകളായിട്ട് മാറാറുണ്ട്. തിരിച്ച് പൊളിറ്റിക്സിൽ നിൽക്കുന്നത് കൊണ്ട് എൻ്റെ ഫിനാൻഷ്യൽ സൈഡ് സ്ട്രോങ് ആക്കുന്നത് കൊണ്ട് ഇപ്പുറത്ത് എനിക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ട്. ഇത് മാത്രമാണ് ഇത് തമ്മിലുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഓൺട്രപ്രണർഷിപ്പിൽ നിൽക്കുമ്പോൾ എന്നെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നവരാണ് എൻ്റെ എംപ്ലോയീസ്. അവരെ ഫീഡ് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പം ഞാൻ ഒരുപാട് കോംപ്രമൈസിന് പോയി കഴിഞ്ഞാൽ എൻ്റെ റെസ്പോൺസിബിലിറ്റി അത് ഡെഫിനറ്റ്ലി അഫക്റ്റ് ചെയ്യും. അപ്പോൾ എൻ്റെ റെസ്പോൺസിബിലിറ്റിയെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കോംപ്രമൈസിനും ഞാൻ പോകാറില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ കൊടുക്കുന്ന കാര്യത്തിൽ 100% സത്യസന്ധതയും അവരുടെ ബജറ്റിനനുസരിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ വലിയ മാർജിനൊന്നും ഒരിക്കലും ഇടാറില്ല. അപ്പോൾ അതിൽ ചിലപ്പം ഒരു സേവന മനോഭാവം എന്നൊക്കെ ചിലപ്പോഴൊക്കെ വരാറുണ്ട്. ഇപ്പം നമ്മുടെ എസ്റ്റിമേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊക്കെ പലപ്പോഴും നമ്മൾ ആ ഒരു എസ്റ്റിമേഷൻ ഞാൻ കുറയ്ക്കാനാണ് മാക്സിമം പറയുക. അപ്പം അങ്ങനെ പറയുമ്പോൾ പലപ്പോഴും അവർ തന്നെ റേസ് ചെയ്യാറുണ്ട്, മാം ഇത് ബിസിനസ് ആണ് എന്ന് അവർ പറയാറുണ്ട്. അപ്പം ആ ഒരു കാര്യത്തിലൊക്കെ നമ്മളൊരു മിനിമം മാർജിൻ ഇട്ടുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് സർവീസ് കൊടുക്കുക എന്നുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ക്വാളിറ്റീസ് അതിൽ നിന്ന് അബ്സോർവ് ചെയ്തിട്ടുണ്ട്. അത് നമ്മളിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ പൊളിറ്റിക്സിൽ നമ്മളിപ്പോൾ ഒരുപാട് വ്യക്തികളെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, ഒരുപാട് വ്യക്തികളെ നമ്മൾ കാണുന്നുണ്ട്, പരിചയപ്പെടുന്നുണ്ട്. ഓരോ ദിവസം അവരിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കുറേ കാര്യങ്ങളുണ്ട്. ഇതെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കമ്പനിയിലേക്ക് വരുമ്പോൾ പല വിധത്തിലുള്ള ആൾക്കാരോട് സംസാരിച്ച് അവരെ മനസ്സിലാക്കുന്ന ഒരു എക്സ്പീരിയൻസ് പലപ്പോഴും ഒരു ഓൺട്രപ്രണർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ടീമിൻ്റെ ഹെഡ് എന്നുള്ള രീതിയിൽ ആക്ട് ചെയ്യുമ്പോൾ എനിക്കത് ഹെൽപ്ഫുള്ളായി മാറാറുണ്ട്. നമ്മുടെ ഈ വെഞ്ചറിലേക്ക് ഇപ്പോൾ ഒരുപാട് ആൾക്കാരെ ഇതിനകത്തേക്ക് റിക്രൂട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. സ്വന്തം നാട്ടിലൊരു പ്രസ്ഥാനം നടത്തുന്ന സമയത്ത് ഒബ്വിയസ്ലി എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ആ കുട്ടിക്ക് ഒരു ജോലി കൊടുത്തൂടെ, അല്ലെന്നുണ്ടെങ്കിൽ അവരൊന്ന് സഹായിച്ചൂടെ എന്ന്. പക്ഷെ അത് ചെയ്തുകൊണ്ടുള്ള തിക്താനുഭവങ്ങളും അവിടെയുള്ള പല ആൾക്കാർക്കും ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം മാഡം ചിലപ്പോൾ ഫേസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ സ്റ്റിൽ യു ആർ മൂവിങ് അറൗണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ എങ്ങനെയാണ് അപ്പോൾ ആ നാട്ടിലുള്ള കുറച്ച് പേർക്ക് എന്തെങ്കിലും ജോലി സാധ്യതയുള്ള ഒരു പ്രസ്ഥാനമായിട്ട് തന്നെ ആയിരിക്കണം ഇത് തുടങ്ങിയിട്ടുണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? ഇപ്പോൾ നമ്മളൊരു ഈ ഒരു റിക്വയർമെൻറ്റ് ഇതുപോലെ ഒരുപാട് റിക്വയർമെൻറ്റ്സ് വരാറുണ്ട്. ഇപ്പോൾ ഒരുപാട് പേര് വിളിച്ചിട്ട് ജോലി വേണം, അവർക്ക് കൊടുത്തുകൂടെ, കൊച്ചിന് കൊടുത്തുകൂടെ എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി വരുന്നുണ്ട്. അത് ശരിക്കും അവർക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ്. പ്രത്യേകിച്ച് സ്കിൽ ഏറ്റവും കൂടുതൽ വേണ്ട ഒരു ഏരിയയാണ് ക്രിയേറ്റിവിറ്റി സ്കില്ല്. ആ ഒരു കാര്യങ്ങൾ കൂടുതൽ വേണ്ടുന്ന ഒരു ഏരിയയാണ് ഇൻറ്റീരിയർ ഡിസൈനിങ് എന്ന് പറയുക. അപ്പോൾ അവിടെ അതിൻ്റേതായ പ്രൊഫഷണലായിട്ട് വരുന്ന ആൾക്കാരെ മാത്രമാണ് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ നമ്മുടെ റിസൾട്ടിനെ അത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ പക്ഷേ ചില സിറ്റുവേഷൻസിൽ എനിക്കല്ലാതെ അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ അങ്ങനെയൊക്കെ അത് ചിലപ്പോഴൊക്കെ ഞാൻ ഉൾക്കൊണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ എടുക്കുന്നവരെ പോലും നമ്മൾ ട്രെയിൻ ചെയ്തിട്ടാണ് നമ്മളതിലേക്ക് കൊണ്ടുവരിക. ഞാനതാണ് പറഞ്ഞത്, നമ്മൾ ബിസിനസ്സും പൊളിറ്റിക്സും തമ്മിൽ മിക്സ് ചെയ്യാറില്ല എന്ന് പറയുന്നത്. അത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 സ്ഥലത്തോടും നമ്മൾ ചെയ്യുന്ന നീതികേടാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ ശ്രദ്ധിക്കാറുണ്ട്. ഇൻ കേസ് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കൂടിയും അവർക്ക് കൃത്യമായ ട്രെയിനിങ് കൊടുത്തിട്ടാണ് കൊണ്ടുവരാറുള്ളത്. പൂർണ്ണമായും കണ്ണടയ്ക്കാറുമില്ല, പറ്റുന്നത് പോലെയൊക്കെ ചെയ്യാറുണ്ട്. ആസ് എ മോട്ടിവേഷണൽ സ്പീക്കർ, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ വർക്ക് ചെയ്ത ഒരാൾ, ഇപ്പോൾ മൂവാറ്റുപുഴ കൗൺസിലറായിട്ട് വർക്ക് ചെയ്യും, ആ ഒരു സ്ഥാനം അലങ്കരിക്കുന്നു, അതുപോലെ തന്നെ ഒരു ആൻട്രപ്രനറാണ്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ട് മാഡം ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ടാവും എപ്പോഴും, അതേതാണ്? എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോ മൊമെൻറ്റും എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം എനിക്ക് പെട്ടെന്ന് സ്വിച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു പ്രശ്നത്തിൽ ഞാൻ നിൽക്കുക, നമുക്ക് ഫേസ് ചെയ്യേണ്ട, പെട്ടെന്ന് സോർട്ട് ചെയ്യേണ്ട ഒരു പ്രോബ്ലത്തിലാണ് ഞാൻ നിൽക്കേണ്ടത്. ഭയങ്കര ഞാൻ ഡൗൺ ആയാൽ നെക്സ്റ്റ് മൊമെൻറ്റിൽ ചിലപ്പോൾ എന്നെ കാണുക തിയേറ്ററിൽ ഞാൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെ പറ്റുന്നു എന്ന് പോലും പലപ്പോഴും ചോദിക്കാറുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഓരോ മൊമെൻറ്റും ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്, ഓരോ മേഖലയും എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളൊരു ട്രെയിനിങ് മേഖലയിൽ നിൽക്കുമ്പോൾ, ക്ലാസ് എടുക്കുമ്പോൾ അത്രയും പേരുമായിട്ട് മിങ്കിൾ ചെയ്ത് അവരെ ട്രെയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ല ഒരു ക്ലയൻറ്റിൽ നിന്ന് നമുക്ക് കിട്ടുക. അവർ സന്തോഷിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഇതെന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഇപ്പം ഒരു പൊളിറ്റീഷ്യൻ്റെ റോളല്ല നമ്മൾ വെൻ ഇറ്റ്സ് കം ടു ഓൺട്രപ്രണർഷിപ്പിലേക്ക്. അതിൽ വരുമ്പോൾ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു റോളാണ്. ഇവിടെയെല്ലാം കൃത്യമായ റോൾ ചേഞ്ച് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പം
പക്ഷെ ചില റോൾസിന്റെ ക്വാളിറ്റീസ് ഇപ്പുറത്ത് കൊണ്ട് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനും പറ്റും. എന്നിട്ട് എല്ലാം ബാലൻസ് ചെയ്ത് പോകുന്നു. സമയത്തിന്റെ ഒരു പ്രശ്നം പലപ്പോഴും വരാറുണ്ട്. ചിലപ്പോഴൊക്കെ സമയം തികയുന്നില്ല എന്ന് തോന്നുന്നുണ്ട്, ചിലപ്പോഴൊക്കെ നമ്മൾ മടുത്തിരിക്കാറുണ്ട്, ചിലപ്പം കരഞ്ഞു പോകുന്ന സിറ്റുവേഷൻ വരെ ഉണ്ടാവാറുണ്ട്. പക്ഷെ എന്നിരുന്നാൽ കൂടിയും അത് ബാലൻസ് ചെയ്ത് പോകുന്നുണ്ട്. ഇത്രയും തിരക്ക്, ഇത്രയും റോൾസ് വഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ ജാങ്കോ സ്പേസിന് വേണ്ടിയിട്ട് ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. ആഫ്റ്റർ ഓൾ ഞാനൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് ലേഡി സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് വിശേഷിപ്പിക്കാറുണ്ട്. പക്ഷേ അക്കോർഡിംഗ് ടു മീ യു ആർ എ ജെനുവിൻ സൂപ്പർ സ്റ്റാർ. കാരണം വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയമില്ല, അല്ലെങ്കിൽ അടുക്കളയിൽ നിന്ന് സമയം, എനിക്ക് ഇത്രയും പണി ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് ഇത്രയും ഒരു ഡെസ്റ്റിനേഷൻസ് ഒക്കെ ഉള്ള ഒരാൾ എനിക്ക് ഇനിയും ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ സ്ട്രോങ് വാരിയേഴ്സ് എന്നുള്ള ആ ഒരു പേര് ലോയൽ അവെഞ്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സ്ട്രോങ് വാരിയേഴ്സ്, യു ആർ എ വെരി സ്ട്രോങ് വാരിയർ. ഇനിയും മുമ്പോട്ട് പോകട്ടെ, ഇനിയും മുമ്പിലേക്ക് എത്തുക, ഇനിയും അടുത്ത സ്ഥാനമാനങ്ങളിലേക്ക് എത്തുക. മീൻ വൈൽ ഒരു ലോക നിലവാരത്തിലേക്ക് എത്തട്ടെ ലോയൽ അവെഞ്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇത്രയും സമയം ഞാൻ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് ശരിക്കും ഒട്ടും വിചാരിച്ചില്ല. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു.